നമസ്കാരം, എല്ലാവർക്കും സതൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മനുവിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഓണവിഭവമായിട്ടാണ്. അവിയലാണ് ഞാനിന്ന് സതൻ മനുവിൽ കൂടി ഉണ്ടാക്കാൻ പോകുന്നത്. അതും ഒരു നോർത്ത് മലബാർ സ്റ്റൈലിലുള്ള അവിയലാണ്. അപ്പോൾ അവിയൽ മലബാറിൽ തന്നെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതിൽ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യാം. ആദ്യമായിട്ടാണ് സതൻ മനു കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഞാൻ അടുത്ത പ്രാവശ്യം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിയലിനുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 പിടി തേങ്ങ ചിരകിയത്, ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അമ്മിയിലാണെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഒതുക്കിയെടുക്കാൻ പറ്റും, നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ. ഇപ്പോൾ മിക്സിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2-3 സ്പൂണ് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ നിർത്തിയിട്ട് വേണം നിങ്ങൾ കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴായിരിക്കും നമ്മൾ ആ ഒതുക്കിയെടുക്കുന്ന കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും, അധികം അരഞ്ഞു പോവാതെ. ഇതാ നോക്കിക്കേ, ഈ ഒരു രീതിയിൽ നമ്മൾ ക്രഷ് ചെയ്തെടുക്കുക നമ്മൾ ഈ തേങ്ങ ചിരകിയത്. ഇതിനി സൈഡിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാൻ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കുക. അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മൺചട്ടി ഉണ്ടെങ്കിൽ അവിയൽ വയ്ക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന കഷ്ണങ്ങൾ, ഞാനൊരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ പച്ചക്കായയുടെ അതേ അളവിൽ ചേന എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു വലിയ മുരിങ്ങക്കായ, പിന്നെ ഒരു 4-5 ബീൻസ്. എനിക്ക് പയർ കിട്ടിയില്ല, പയറാണ് സാധാരണ യൂസ് ചെയ്യാറ്. പയർ എനിക്ക് കിട്ടിയില്ല, അതിന് പകരം ഞാനൊരു 4-5 ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 കോവക്ക ഞാൻ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് വെള്ളരിക്ക കിട്ടിയില്ല. സാധാരണ വെള്ളരിക്ക ചേർക്കാറുണ്ട് അവിയലിന് മറക്കാതെ വെള്ളരിക്ക ചേർക്കുക. എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യാത്തത്. പിന്നെ നമുക്ക് വേണ്ടത് പാവക്കയാണ്. പാവക്ക ഓപ്ഷണലാണ്. അപ്പം ഞാൻ എൻ്റെ സൈഡിലൊക്കെ പാവക്ക ചേർക്കാറുണ്ട്. അതൊരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാവക്ക ചേർക്കുന്നത്. അതും ഏകദേശം ഒരു 5-6 കഷ്ണം മാത്രമേ ചേർക്കാറുള്ളൂ. ഒരുപാട് ചേർക്കരുത്, കയ്പ്പ് വരും. അപ്പോൾ ഇതൊന്ന് പുളി ടേസ്റ്റും ആ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പാവക്ക ചേർത്ത് കൊടുക്കുന്നത്. ചെറിയൊരു 3-4 കഷ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതും കയ്പ്പ് അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ എല്ലാം നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് മുമ്പേ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ആയിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മൺചട്ടിയൊക്കെ ആണെങ്കിൽ ഇല വെച്ച് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ വേവൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഇതിക്ക് നോൺ സ്റ്റിക്ക് പാനാണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ ചെറിയ തീയിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ കഷ്ണങ്ങളൊക്കെ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, കഷ്ണങ്ങളൊക്കെ പൊട്ടിപ്പോവാതെ വേണം നമ്മൾ ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ, പച്ചമുളക്, ജീരകത്തിൻ്റെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഒട്ടും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് നമുക്ക് ചേർത്ത് കൊടുക്കാം, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കേട് നമ്മൾ തൈര് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെള്ളം തൈരിലേക്ക് ആഡ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നമ്മൾ അരപ്പ് ചേർത്തിട്ട് കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് പൊട്ടിപ്പോവാതെ സൂക്ഷിക്കുക. അപ്പോൾ ഞാനെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ഞാൻ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻറ്റ് ഓപ്ഷണലാണ്.
അപ്പോൾ ഇത് ഞങ്ങളുടെ നാട്ടിൽ ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ഒഴിവാക്കാം. വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഏകദേശം ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലായിട്ട് വെളുത്തുള്ളി ചേർത്തിട്ടുള്ള അവിയൽ ഇഷ്ടമാണ്. അതിനൊരു പ്രത്യേക ഫ്ലേവർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ ചേർക്കുക, അല്ലാത്തവർ ഒഴിവാക്കുക. അപ്പോൾ വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ അവിയൽ ലൈറ്റായിട്ട് ഡ്രൈ ആയിട്ടാണുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ കുറച്ച് വെള്ളവും കറിവേപ്പിലയും ഈ വെളുത്തുള്ളിയും ചേർത്തിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം. ആ വെളുത്തുള്ളിയുടെ ഒരു പച്ചമണം ചെറുതായിട്ടൊന്ന് മാറണം. അപ്പോൾ വെള്ളം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ അവിയലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു മണമാണ് ഇവിടെ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തൈരൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തൈരിൻ്റെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൈര് ചേർക്കുമ്പോൾ കട്ടയുള്ള തൈരാണെങ്കിൽ നന്നായിട്ട് ഉടച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1/2 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, പക്ഷെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് വേണം തൈരൊന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തൈരൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത്, ഒരുപാട് തിളക്കേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇതിൻ്റെ കൂടെ തന്നെ പച്ച വെളിച്ചെണ്ണ നമ്മളൊന്ന് തൂവി കൊടുക്കണം. അപ്പോൾ അത് ഏകദേശം ഒരു 2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് എണ്ണ തൂവി കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വെള്ളമൊന്നുമില്ല, ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ചെറുതായിട്ടൊരു മോയ്സ്ചർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് തൈരിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്ട്രാ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു ഗ്രേവി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇത് ഡ്രൈ ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കുക. നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളിത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്നും അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് മെയിലായിട്ട് അയച്ചു തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ sadhya2017@gmail.com എന്നുള്ള മെയിലിലേക്ക് അയച്ചു തരിക. അതേപോലെ തന്നെ ട്രൈ ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് കൂടി നിങ്ങൾക്ക് ആ മെയിലിലേക്ക് അയച്ചു തരാവുന്നതാണ്. ഇപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്